ആലപ്പുഴയിൽ ചിക്കൻ ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇല്ലെന്ന പേരിൽ പരാക്രമം. ചിക്കൻ കിട്ടാത്തതിന് പ്രകോപിതനായ യുവാവ് കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുകയും ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. പ്രതി കുമാരപുരം സ്വദേശി മഹേഷിനെ പോലീസ് പിടികൂടി. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കൂടുതൽ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്? രുചിഷ്, ഹരിപ്പാട് ചിക്കൻ ചിയാഗോ എന്ന ഹോട്ടലിൽ വെച്ചാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉച്ചയെ ഉണ്ടാകുന്നത്. ചിക്കൻ ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇല്ല എന്ന പേരിൽ പ്രകോപിതനായ യുവാവ് ഹോട്ടലിലെ കൗണ്ടറിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറും മറ്റ് സാമഗ്രികളും അടിച്ചു തകർക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അയാൾ ഹോട്ടലിലെ ജീവനക്കാരിയായ സ്ത്രീയെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരിപ്പാട് നടന്ന ഈ ഒരു സംഭവത്തിൽ ആറാട്ടുപുഴ സ്വദേശിയായിട്ടുള്ള സുധീർ, ഭാര്യ റീജ എന്നിവരുടെ ഉടമസ്ഥയിലുള്ള ഹോട്ടലിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വാഹനത്തിലെത്തിയ 4 സംഘത്തിൽപ്പെട്ട ആളാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് ഇടയാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ഫ്രൈഡ് റൈസും ടൊമാറ്റോ സോസുമാണ് ഇവർ ഓർഡർ ചെയ്തിരുന്നത്. എന്നാൽ ചിക്കൻ ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇല്ല എന്ന പേരിൽ ആദ്യം സപ്ലയർ ആയിട്ടുള്ള സിയാദ് എന്ന ആളുടെ കോളറിന് കുത്തിപ്പിടിക്കുകയായിരുന്നു. പിന്നീട് രണ്ടാമത് ചിക്കൻ തരാമെന്ന് പറഞ്ഞെങ്കിലും ഇതിൽ പ്രകോപിതനായി ഭക്ഷണം മുഴുവൻ തട്ടിത്തെറിപ്പിച്ചുവെന്നാണ് ഹോട്ടൽ ജീവനക്കാരും ഉടമയും നമ്മളോട് പറയുന്നത്. പിന്നീട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇയാൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും കുമാരപുരം സ്വദേശിയായിട്ടുള്ള സുധീഷിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, മുൻപും ഇത്തരത്തിലുള്ള പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പപ്പടത്തിന് വേണ്ടിയിട്ടും പായസത്തിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള തല്ല് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം പറഞ്ഞ പേരിൽ ചെറിയൊരു തിരുത്തുണ്ട്. പ്രതി കുമാരപുരം സ്വദേശിയായിട്ടുള്ള മഹേഷ് ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാൾ മദ്യപാനത്തിന്റെ ഇടയിലാണ് ഇവർ ഹോട്ടലിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇയാളെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. സുജീഷ്. ശരി.